പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബസബജിത് മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വർക്കബി. ഞാൻ ആഷിഖ് ജോയ്. 1981 നവംബർ മാസം 28-ന് പരിശുദ്ധ കന്യകാമറിയം ആഫ്രിക്കയിലെ കിബുഹോയിലെ റുവണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു. അൽഫോൻസൈൻ, മേരി ക്ലെയർ, അനാത്തലി എന്നീ പറയുന്ന 3 പെൺകുട്ടികൾക്കാണ് പരിശുദ്ധ കന്യകാമറിയം അന്ന് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഈ പ്രത്യക്ഷീകരണങ്ങൾ നടന്നു വരവേ 1982 ഓഗസ്റ്റ് മാസം 15-ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ അന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് അതിഭീകരമായ ഒരു ദർശനം നൽകുകയുണ്ടായി. പരിശുദ്ധ കന്യകാമറിയം അവർക്ക് നൽകിയ ദർശനം അവർ കണ്ടത് ഇപ്രകാരമാണ്: രക്തപ്പുഴ ഒരു ഗ്രാമത്തിൽ ഒഴുകുന്നു, തലകളില്ലാത്ത മൃതശരീരങ്ങൾ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ശവശരീരങ്ങൾ, ആളുകൾ പരസ്പരം വെട്ടിക്കൊല്ലുന്നു, മരങ്ങൾ തീ പിടിച്ച് പൊട്ടിത്തെറിക്കുന്നു. ഈ ദർശനം കണ്ട് ഈ കുട്ടികൾ ഭയന്നു. മാതാവ് പറഞ്ഞു, ഉടനെ ഗോത്രവർഗങ്ങൾ തമ്മിൽ വലിയ ഒരു കൂട്ടക്കൊല നടക്കും, അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളിത് പ്രാർത്ഥിക്കണം. അന്ന് ഈ കുഞ്ഞുങ്ങൾ ഈ സന്ദേശം പറഞ്ഞപ്പോൾ ആരും വേണ്ട വിധം ഗൗനിച്ചില്ല. ആ പ്രത്യക്ഷീകരണങ്ങൾ കഴിഞ്ഞ് 20 വർഷത്തിന് ശേഷം 2001 ജൂൺ 29-നാണ് രൂപത ഔദ്യോഗികമായിട്ട് ഈ പ്രത്യക്ഷീകരണങ്ങളെ അംഗീകരിച്ചത്. പക്ഷേ അതിന് 6 വർഷം മുൻപേ ആ കൂട്ടക്കൊല നടന്നു കഴിഞ്ഞു. ഈ കൂട്ടക്കൊല നടക്കുന്നതിന് മുൻപ് അൽഫോൻസൈൻ എന്ന് പറയുന്ന ഈ കൂട്ടത്തിലുള്ള ദർശകയ്ക്കും ഒരു ദർശനം ലഭിച്ചു. ആ ദർശനം കണ്ട് ഈ കുട്ടി വാവിട്ട് നിലവിളിച്ച് പറയുന്നു, അമ്മേ, ഇതെന്താണിത്? നിർത്തൂ, ഇത് കാണിക്കല്ലേ, ഇതെന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? എന്തിനാണ് ആളുകൾ പരസ്പരം കൊല്ലുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയം ഇപ്രകാരമാണ് പറഞ്ഞത്: The world is rebellious against God. It commits too many sins. It has neither love nor peace. If you do not repent and do not convert your hearts, you will fall into the abyss. ലോകം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ്. ദൈവത്തിനെതിരെ ചെയ്യുന്ന പാപങ്ങൾ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അനുദപിക്കുക, ദൈവത്തിലേക്ക് തിരിച്ചു വരിക എന്ന് മാതാവ് അവർക്ക് മുന്നറിയിപ്പ് നൽകി. അങ്ങനെ 1994 ഏപ്രിൽ മാസം 6 മുതൽ ജൂലൈ മാസം 16 വരെ 100 ദിവസങ്ങളോളം ഈ കൂട്ടക്കൊല അരങ്ങേറി. 8 ലക്ഷം ആളുകൾ ഈ കൂട്ടക്കൊലയിൽ മരിച്ചു വീണു. 2,50,000 സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ടു. അതിൽ 30% സ്ത്രീകൾക്കും അതിനുശേഷം HIV AIDS ബാധിച്ചു. ഇത് ബോധപൂർവം കരുതിക്കൂട്ടി രോഗം പടർത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ചെയ്തതാണ് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പുരുഷന്മാരെക്കാളും 10 മടങ്ങിലധികം വിധവകൾ ആ പ്രദേശത്ത് ഉണ്ടായി. 50,000-ലധികമായിരുന്നു വിധവകൾ. 75,000 കുട്ടികൾ അനാഥരാക്കപ്പെട്ടു. മാതാവ് പറഞ്ഞതുപോലെ തന്നെ രക്തപ്പുഴ അവിടെ ഒഴുകി. ഈ കുഞ്ഞുങ്ങൾക്ക് ഈ മെസ്സേജ് മാതാവ് നൽകിയതിന് ശേഷം ഈശോ തന്നെയും സെഗതേഷ്യ എന്ന് പറയുന്ന മറ്റൊരു ആഫ്രിക്കൻ ബാലന് ഈശോ മെസ്സേജ് കൊടുത്തിരുന്നു. ആളുകൾ അവരുടെ പാപത്തിൽ നിന്നും പിൻവാങ്ങുന്നില്ലെങ്കിൽ ഈ കൂട്ടക്കൊല നടക്കുമെന്ന് പറഞ്ഞ്. നിർഭാഗ്യവശാൽ ഈ കൂട്ടക്കൊലയിൽ സെഗതേഷ്യയും വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ദർശകരിൽ ഒരാളായ മേരി ക്ലെയറയും കൊല്ലപ്പെടുകയുണ്ടായി. മാതാവിൻ്റെ സന്ദേശങ്ങൾ എത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാതാവിൻ്റെ മെസ്സേജസ് മാതാവ് പലപ്പോഴും വ്യക്തികളിലൂടെയാണ് നൽകുക. ഒരുപക്ഷെ സ്വർഗം ഈ മെസ്സേജ്, ഇത് മാതാവിൻ്റെ മെസ്സേജ് അല്ലല്ലോ, സ്വർഗം മാതാവിനെ ഏൽപ്പിക്കുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയപ്പോഴും ഒരു പ്രൊട്ടസ്റ്റൻ്റുകാരൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം ഈ പ്രവചനങ്ങൾ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഈ വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ പോലും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കും, മല ഇടിഞ്ഞ് ഇങ്ങനെ വരും എന്ന് പറയുന്നുണ്ട്. അത് ജൂൺ 13-നാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. പിന്നീട് അദ്ദേഹം പറഞ്ഞതൊരു ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് കേരളത്തിൽ നടക്കും, ആലപ്പുഴ എറണാകുളം റൂട്ടിൽ ഒരു ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിച്ച് ഒരുപാട് പേര് മരിക്കും, ഇടുക്കിയിൽ ഒരു മലയുടെ ഒരു ഭാഗം ഇടിമിന്നലേറ്റ് ഇങ്ങനെ അടർന്നു വരും, അങ്ങനെ ഇനി പാരീസിൽ ഒരു പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടാവും. അപ്പം ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പല കത്തോലിക്കരായിട്ടുള്ള സുഹൃത്തുക്കളും പറഞ്ഞത്, അത് പ്രൊട്ടസ്റ്റൻ്റുകാരനല്ലേ, നമ്മൾ എന്തിനെ കേൾക്കണമെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് ആരിലൂടെ വേണമെങ്കിൽ സംസാരിക്കാം. ഈശോ പറയുന്നില്ലേ, നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ
ഈ കല്ലുകൾ വേണമെങ്കിൽ ആർത്ത് വിളിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് ആരിലൂടെ വേണമെങ്കിൽ സംസാരിക്കാം. ബാലാമ് ദൈവം പറഞ്ഞത് കേൾക്കാതെ കഴുതയുടെ പുറത്ത് കയറിയിട്ട് പോകുമ്പോൾ ആ കഴുത കാണുന്നത് കർത്താവിൻ്റെ ഒരു ദൂതൻ ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുകയാണ്. ബാലാമിനോട് പോകരുതെന്ന് പറഞ്ഞു, ബാലാമ് ധിക്കരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ കഴുത മാത്രമാണ് ഈ ദൂതനെ കാണുന്നത്, ബാലാമിനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കഴുത മുന്നോട്ട് പോകുന്നില്ല, ബാലാമി കഴുത അടിക്കുകയാണ്. അങ്ങനെ കഴുത തിരിഞ്ഞ് ബാലാമിനോട് ചോദിച്ചു, 3 പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്തു ദ്രോഹം ചെയ്തു? ബാലാം കഴുതയോട് പറഞ്ഞു, നീ എന്നെ അവഹേളിച്ചു, വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. കഴുത ബാലാമിനോട് ചോദിച്ചു, ഇന്നുവരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ? ഇതിനു മുൻപ് ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബാലാം സമ്മതിച്ചു. അപ്പോൾ കർത്താവ് ബാലാമിൻ്റെ കണ്ണുകൾ തുറന്നു. ഊരിയ വാളേന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്ന് വീണു. നോക്കൂ, അപ്പോഴാണ് ബാലാമിന് മനസ്സിലായത്. അപ്പോൾ ദൈവം പ്രൊട്ടസ്റ്റൻ്റുകാരനായ കഴുതയാണോ കത്തോലിക്കനായ കഴുതയാണോ നോക്കിയിട്ടല്ല മെസ്സേജ് കൊടുത്തത് അല്ലെങ്കിൽ ദർശനം കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ അവരുടെ വിശ്വാസം ഫോളോ ചെയ്യേണ്ട. പക്ഷെ ആരെങ്കിലുമൊക്കെ ഒരു മുന്നറിയിപ്പ് തരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഒരു ഉൽക്ക വന്ന് ഭൂമിയിൽ വീഴും എന്നൊരാൾക്ക് മെസ്സേജ് കിട്ടേ, ആ ഉൽക്ക പോയിട്ട് നമുക്ക് പൊട്ടിത്തെറിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് ചിലവില്ലാത്ത പരിപാടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിന് പകരം പരിഹസിക്കുമ്പോൾ നാം വീണ്ടും വീണ്ടും ദൈവത്തെ പ്രകോപിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കേരളത്തിൽ കൂടുതൽ മോശമാരൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന ഒരു ഉറപ്പായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ മാറിക്കിട്ടും. അതിനാണ് പരിശുദ്ധ കന്യകാമറിയം ഈ 8 ലക്ഷം പേര് മരിച്ച് കൂട്ടക്കൊല 12 വർഷം മുൻപേ അറിയിച്ചിട്ട് ഒരൊറ്റ മനുഷ്യനും തിരിഞ്ഞു നോക്കിയില്ല. ആ പ്രത്യക്ഷീകരണങ്ങളെ പരിഹസിച്ചു. അവസാനം നടന്നു കഴിഞ്ഞപ്പോൾ 20 വർഷം കഴിഞ്ഞപ്പോൾ ഈ പ്രത്യക്ഷീകരണത്തെ അംഗീകരിച്ചു. ഇനിയെങ്കിലും നാം പഠിക്കണം മാതാവിൻ്റെയും ഈശോയുടെയും സ്വർഗം നൽകുന്ന മെസ്സേജുകളെ ബഹുമാനിക്കാൻ. വിവ ക്രിസ്റ്റോറെ.